ഐഷ പ്രേമോ മുഹബത്ത് എന്നെല്ലാം പറഞ്ഞാൽ ഞമ്മക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊരു ക്രിസ്ത്യാനി പെണ്ണാണ്. എന്തോരം മൊഞ്ചത്തിമാർ ഞമ്മളെ കൂട്ടത്തിലുണ്ട്. അളിയാ മഹല്ല് കമ്മിറ്റിക്കാരും നാട്ടുകാരും അറിഞ്ഞ എല്ലാവർക്കും തലയിൽ മുണ്ടിട്ട് കിടക്കാം. ദേ ഇത് സംഗതി ഇടങ്ങാറാണ്, നിങ്ങൾ സൂക്ഷിച്ചോളി. അളിയാ അതെ ആ കുന്ത്രണ്ടല്ലേ ദേ അത്. ഹലോ. അൽഹംദുലില്ലാ, പഠിച്ചോൻ നല്ല ബുദ്ധി തോന്നിപ്പിച്ചല്ലോ. അത് വേണ്ട, ഒന്നാനിയിലും ഓൻ്റെ കുഞ്ഞുപ്പൻ്റെ വീടുണ്ട്, ഓനറിയാ. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി, നമ്മളിപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങാം. ആ ശരി, അങ്ങനെ ആയിക്കോട്ടെ. സമ്പത്തെ ഓൾ എത്തിട്ടോ. അസ്സലാമലൈക്കും. ഞാൻ വിചാരിച്ച നിങ്ങൾ ഇത്തിരി കൂടെയൊക്കെ വൈകൂന്ന്. വാപ്പ എമ്മൊക്കെ പൊളിച്ചൊക്കെ എത്തിയേക്കണ്. എന്നാലും ഈ വല്ലാത്തൊരു വാഹനം തന്നെ കേട്ടോ. 2 ദിവസം മനുഷ്യനെ തീ തീറ്റിച്ച്. ഇത് കുഞ്ഞിപ്പാണ്, ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. ആരീ കാർന്നരാ? അപ്പൊ നിങ്ങളാണ് ഈ മുസീബത്തിനൊക്കെ കൂട്ടുന്നല്ലേ? ഞങ്ങൾ കൂട്ടുന്ന മുഹബത്തിനാ മുസീബത്താക്കിയത് നിങ്ങൾ വീട്ടുകാരാ. മുസീബത്ത് റാപ്പിന് പറ്റിയ ഉമ്മ ഓളാണ്, എൻ്റെ ഉമ്മയാണ്. മോളെ വാ. വാടാ മോളെ ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് വാങ്ങിയതാ. കറക്റ്റ് ആയിരിക്കും. മാറിയിട്ട് വാ. ഉമ്മ എന്താ മോളെ? സോറി. മോളെ ഇതിന് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യമല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. മക്കൾ എത്ര വളർന്നു വലുതായാലും ഉമ്മാക്കും വാപ്പാക്കും ഒരു കുട്ടികളാ. ആദ്യമായിട്ട് മക്കളെ സ്കൂളിൽ ചേർക്കണ ദിവസം കുട്ടികളെല്ലാവരും കൂടി ഒരു കരച്ചിലുണ്ട്. അപ്പോൾ ടീച്ചർമാർ നമ്മളോട് പറയും ഇവിടെ നിൽക്കേണ്ട പൊയ്ക്കോന്ന്. പക്ഷേ എത്ര പറഞ്ഞാലും എല്ലാ മാതാപിതാക്കളും അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. ആദ്യമായിട്ട് മക്കളെ വേർപിരിയുന്ന വേദന അറിയുന്നത് അപ്പളാ. മക്കൾക്ക് പരിചയമില്ലാത്ത സ്ഥലം, അതുവരെ കണ്ടിട്ടില്ലാത്ത ടീച്ചർമാർ, ഓര് നമ്മുടെ കുട്ടികളെ നന്നായി നോക്കുമോ, ഓർക്ക് നമ്മുടെ കുട്ടിയുടെ വാശികളും ഇഷ്ടങ്ങളും മനസ്സിലാക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ ആദികൾ ഉള്ളിലോട്ട് കയറി വരും. അതുപോലൊക്കെ തന്നെയാ കല്യാണത്തിൻ്റെ കാര്യം. അല്ലാതെ മക്കളുടെ ഇഷ്ടങ്ങൾ കാണാൻ കഴിവില്ലാത്ത ദുഷ്ടന്മാരൊന്നും ആയിട്ടല്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും മോള് പോയി അച്ഛനമ്മയും കാണണം. അവരുടെ സ്നേഹത്തോളം വരില്ല ഒന്നും. മോള് മാറ്റിട്ടോ.